ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 68 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. ഞാനിത് ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും ആ വീഡിയോ വന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ധാരാളം പേർക്ക് ഇത് ഏറ്റവും റിസൾട്ട് കിട്ടിയ വെരി 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 പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇതെന്താന്ന് വെച്ചാൽ, ധാരാളം പേർക്ക് ഇതിൽ വീണ്ടും ഡൗട്ട്സ് ഉണ്ട്. അത് മാത്രമല്ല, അടിക്കടി ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും, എൻ്റെ ക്ലയൻസിലായാലും. കാരണം അത്രയും ഞാൻ എല്ലാ ക്ലയൻസിനും ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇതാണ്. ഇത് ഈസിയാണ്, സിമ്പിളാണ്, ഹമ്പിളാണ്. ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി മെനക്കെടണ്ട, ബുക്കും പെന്നും ഒന്നും വേണ്ട. വെറും 1 മിനിറ്റും 8 സെക്കൻഡും മാത്രം നമ്മളൊന്ന് ചെയ്യാനുള്ള മനസ്സ് മാത്രം കാണിച്ചാൽ മതി. പക്കാ റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ടെങ്കിൽ അതിതാണ്. ദിവസവും ഇത് ഞാൻ ചെയ്യും. ഇത് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ചെറിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, വലിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു 48 അവേഴ്സിനുള്ളിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വലിയ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ 1 മിനിറ്റ് 8 സെക്കൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിനിടയിൽ കയറി ഡൗട്ടോ പേടിയോ ഒന്നും വരാനുള്ള സമയമില്ല. നമ്മൾ എന്താണോ ആ എൻഡ് റിസൾട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ബുക്ക്, പെന്ന്, പേപ്പർ ഒന്നും വേണ്ട. നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സാധിച്ചെടുക്കാം. അതിപ്പോൾ എത്ര വലിയ കാര്യമായാലും നമുക്ക് ഈസി ആയിട്ട് സാധിച്ചെടുക്കാം. എന്തുകൊണ്ട് ഇത്രയും പവർഫുൾ എന്ന് വെച്ചാൽ, ഒരു 17 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നതുണ്ട്. 17 സെക്കൻഡ് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതൊരു സ്റ്റാർട്ടിങ് ഗിയർ പോലെ ഈ 17 സെക്കൻഡ് വർക്കാവും. അതായത് നമ്മളൊരു കാറ് ജസ്റ്റ് ഒരു ഗിയർ ഇട്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ എൻജിൻ വർക്കാവുമോ അതുപോലെ തന്നെയാണ് ഈ 17 സെക്കൻഡ്. ഈ 17 സെക്കൻഡിന് നമ്മൾ 4 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് 68 സെക്കൻഡ് റൂൾ ആകുന്നത്. 17 സെക്കൻഡ് 4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ കാർ എന്താവും, മൂവ് ആകാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾക്ക് അത്രയും പവറുണ്ട്. 17 സെക്കൻഡ് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം സ്റ്റാർട്ടിങ് ഗിയർ ഇട്ട് തയ്യാറാകും. എന്നിട്ട് അതിനെ നമ്മൾ 4 പ്രാവശ്യമാക്കി 68 സെക്കൻഡ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ പ്രപഞ്ചത്തിൽ പോയി ചേരും. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ഒരു ഡയറി മിൽക്ക് എടുക്കാം, എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ആ ഡയറി മിൽക്കിൻ്റെ കവറിനെ നമ്മളിങ്ങനെ തൊടുന്നു. ആ സ്പർശനം അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കവറിനെ ഇങ്ങനെ പൊളിച്ച് ആ ചോക്ലേറ്റിനെ നമ്മളിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ അലിഞ്ഞിറങ്ങുന്നതുണ്ടല്ലോ, അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. മാത്രമല്ല, അതിനെ നമുക്ക് മണപ്പിച്ച് നോക്കാം. ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാം. നമ്മളിങ്ങനെ ഫീൽ ചെയ്ത് 1 മിനിറ്റ് ചെയ്യുമ്പോൾ 100% 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് കിട്ടിയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഒരു പൂ വേണമെങ്കിൽ പൂ എടുക്കാം. പൂവിനെ നമ്മൾ എടുക്കുന്നു, അതിനെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നു, മണപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. പൂവ് അല്ലെങ്കിൽ ഒരു കോള്, ഒരു മെസ്സേജ്, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത് ചെറിയ കാര്യമാകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. പിന്നെ മനുഷ്യർക്കെല്ലാം ഒരിതുണ്ട്, നമ്മൾ ഒരു കാര്യം ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് ആ ഫീലിംഗ് നമ്മൾ തീർച്ചയായിട്ടും കൺമുമ്പിൽ വരും. ഇപ്പോൾ നമ്മളൊരു കിറ്റ്കാറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് വരുന്നത് കൺമുമ്പിൽ? അതായത് നമ്മൾ ഈ പരസ്യത്തിൽ കാണുമ്പോൾ ഇങ്ങനെ ഒടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യില്ല, അതായിരിക്കും പെട്ടെന്ന് വരുന്നത് അല്ലേ? ഡയറി മിൽക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് വരുന്നത്? അതിങ്ങനെ അലിഞ്ഞിറങ്ങുന്ന ഒരു ഫീലിംഗ്. ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറി. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും നമുക്ക് നമ്മുടേതായ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ വരും. ഇനിയിപ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട്സ് വരും, ഈ 68 സെക്കൻഡ് എന്ന് പറയുന്ന 1-2 സെക്കൻഡ് കൂടിപ്പോയാൽ കുഴപ്പമുണ്ടോ, ഇല്ല കുറഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ? ഒന്നും കുഴപ്പമില്ല. 1-2 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ഒന്നും പ്രശ്നമല്ല. ഇനി ഇത് വലിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു 21 ഡേയ്സ് എങ്കിലും ഇത് ചെയ്യേണ്ടി വരും. കാരണം വലിയ കാര്യങ്ങൾക്ക് എന്തായാലും അതിനൊരു ടൈം നമ്മൾ കൊടുക്കണം. നമ്മളൊരു മാങ്ങ മരം നട്ടിട്ട് നാളെ എനിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് കുറച്ച് ആ പ്രോസസ്സിങ് ടൈം ഉണ്ട്. അതിന് നമ്മൾ ഡെയിലി നിങ്ങൾ എണീറ്റ ഉടനെ രാത്രി കിടക്കുന്നതിന് മുമ്പേ ഇത് ചെയ്യാം. ഇത് ഈ ടൈമിൽ മാത്രമല്ല, ഏത് ടൈമിലും വേണമെങ്കിലും ചെയ്യാം. പിന്നെ എന്ത് ചെയ്താലും ഡൗട്ട്, പേടി, നടക്കോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ 2 മനസ്സുള്ളവർ തീർച്ചയായിട്ടും രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പേയും ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടിയും ഡൗട്ടും വരില്ല. അത് 100% വർക്കാവും. പിന്നെ ഇത് ഏത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. മാരേജ്, റിലേഷൻഷിപ്പ്, റിയൂണിയൻ, ജോബ്, പ്രഗ്നൻസി, എല്ലാ കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എത്തിച്ചേരുകയും പ്രപഞ്ചം ആ വഴികളിലൂടെ നമ്മളെ നടത്തുകയും ചെയ്യും. അതിനെന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് കാലിൻ്റെ മേലെ കാലിട്ടുകൊണ്ടിരിക്കണമെന്നല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള സാഹചര്യം ഈ പ്രപഞ്ചം നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടെത്തിച്ച് നിങ്ങളെ പുഷ് ചെയ്ത് അതിലെത്തിച്ചിരിക്കും. അത് കറക്റ്റ് ടൈമിൽ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിരുന്ന് ഒരു 5 ടൈംസ് എങ്കിലും ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ ഒരു അലാം സെറ്റ് ചെയ്യണം. നിങ്ങൾ മൊബൈലിലോ ടൈമറിലോ എങ്ങനെയാണെങ്കിലും 1 മിനിറ്റ് 8 സെക്കൻഡ്
നിങ്ങൾ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു മാരേജാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു, ആ വ്യക്തിയുടെ ആ കാല് നിങ്ങളുടെ അടുത്ത് തട്ടി ഇങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് ആ വ്യക്തി നിങ്ങളുടെ കഴുത്തിലേക്ക് താലിമാല ചാർത്തുന്നു, എല്ലാവരും പൂക്കൾ ഇങ്ങനെ ഇട്ട് അനുഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ മതി. കാരണം അത്രയും ചെയ്യുമ്പോഴേക്കും ആ ടൈം അങ്ങ് കഴിഞ്ഞിരിക്കും. അപ്പോൾ പിന്നെ അവിടെ ഡൗട്ട്സ് ഒന്നും വരില്ല. ഇല്ല, ഇനി നിങ്ങൾക്കൊരു ജോബ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോബിൽ പോയി ആ കസേരയിൽ ഇരിക്കുന്നു, എല്ലാവരും വന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഐഡൻറ്റി കാർഡ് തരുന്നു, തീർന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും എന്താണോ വേണ്ടത് അതുപോലെ നിങ്ങൾ ഫീൽ ചെയ്ത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജാണ് വേണ്ടതെങ്കിൽ നിങ്ങളിങ്ങനെ ഫോൺ എടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ നെയിമിൽ നിന്ന് മെസ്സേജ് വരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് ഇവിടെ കിടക്കുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു, തീർന്നു. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലെറ്റ് ഗോ ചെയ്യണം. എല്ലാവരും ചെയ്യുന്ന കാര്യം ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് ഒരു കോപ്പും നടന്നില്ല, ഇങ്ങനെ കുറേ മെസ്സേജൊക്കെ വരും. അപ്പോൾ ഇതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തിട്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് രണ്ട് മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാതിരിക്കുക, നടക്കില്ല. സോ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. ചെയ്തിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഇത്രയും ചെയ്തല്ലോ, നടന്നോ, സൈൻ ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കരുത്. നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു, ഇത് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ഞാനിത് ഡെയിലി ചെയ്യുന്ന, അത് ഈ ഡെയിലി ഒരേ കാര്യമല്ല, കുറേ കാര്യങ്ങൾ ചെയ്ത് എനിക്കിത് സക്സസ് ആയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് സക്സസ് ആയിട്ടുണ്ട്. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.